ലോകരാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര സുരക്ഷാ രംഗത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം 2026 മാർച്ച് 4 ശാന്തമെന്ന് കരുതപ്പെട്ടിരുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഒരു യുദ്ധക്കപ്പൽ ആക്രമണം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ IRIS ഡൈന എന്ന യുദ്ധക്കപ്പൽ അമേരിക്കൻ അന്തർവാഹിനി ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഈ സംഭവം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി സമുദ്ര സുരക്ഷ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകൾ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഏറെ കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആക്രമിക്കപ്പെട്ട ഈ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയത്. അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലും വിലൻ 2026 എന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇന്ത്യയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു കപ്പലിന് ഇത്തരം ഒരു ഗതി വന്നത് ഇന്ത്യ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇനി ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർച്ച് 4 നടന്ന ആക്രമണത്തിൽ 80-ൽ ഏറെ നാവികർ കൊല്ലപ്പെടുകയും 100-ലേറെ പേരെ കാണാതാവുകയും ചെയ്തു. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് വെച്ച് നടന്ന ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശാന്തമായ തിരമാലകളിലേക്ക് പടർന്നത് സുരക്ഷാ വിദഗ്ധരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആക്രമണം നടന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ശ്രീലങ്കയുടെ മെറിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററുമായി സഹകരിച്ച ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങളും കപ്പലുകളും ഇന്ത്യ വിന്യസിച്ചു. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അയൽ രാജ്യം എന്ന നിലയിലും സമുദ്ര സുരക്ഷയുടെ കാവലാൾ എന്ന നിലയിലും ഇന്ത്യ നൽകിയ ഈ സഹായം അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്ന വലിയൊരു നിയമപരമായ ചോദ്യമുണ്ട്. ആരാണ് ഈ കപ്പലിന്റെ സുരക്ഷയ്ക്ക് ഉത്തരവാദി എന്ന ചോദ്യം. സമുദ്ര നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർക്ക് ഇതൊരു സങ്കീർണമായ വിഷയമായി തോന്നാം. എന്നാൽ സമുദ്രത്തെ പ്രധാനമായും 3ആയി തരംതിരിക്കാം: തീരദേശ ജലം, എക്സ്ക്ലൂസീവ് ഇക്കോണമിക് സോൺ, പിന്നെ അന്താരാഷ്ട്ര ജലാശയങ്ങൾ. IRIS ഡൈന ആക്രമിക്കപ്പെട്ടത് അന്താരാഷ്ട്ര ജലാശയത്തിലാണ്. നിയമപരമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ സുരക്ഷ ആ രാജ്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ വാസ്തവം തന്നെയാണ് ഇന്ത്യയുടെ മുൻ ലഫ്റ്റനന്റ് ജനറൽ DP പാണ്ഡെ ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ പ്രതികരണം ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. തങ്ങളുടെ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അത് അനിവാര്യമായ ഒന്നായിരുന്നുവെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. മറുഭാഗത്താകട്ടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം വളരെ രൂക്ഷമാണ്. ഇന്ത്യയുടെ അതിഥിയായി എത്തിയ കപ്പൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആക്രമിക്കപ്പെട്ടത് ഒട്ടും അംഗീകരിക്കാനാകില്ലെന്നും അതിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ രണ്ട് ചേരികൾക്കിടയിൽ ഇന്ത്യ നിൽക്കുമ്പോൾ നയതന്ത്രപരമായി ഒട്ടേറെ സമ്മർദ്ദങ്ങൾ സ്വാഭാവികമാണ്. ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ലിമോവ കരാർ. ഇരു രാജ്യങ്ങളുടെയും സൈന്യത്തിന് പരസ്പരം ലോജിസ്റ്റിക് സഹായങ്ങൾ നൽകുവാൻ വ്യവസ്ഥ ചെയ്യുന്ന ഈ കരാർ നിലവിലെ സാഹചര്യത്തിൽ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം സഹായങ്ങൾ ഓരോ തവണയും പ്രത്യേക അനുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ലഭിക്കൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കൻ സേന ഇന്ത്യയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം പലരും ഉയർത്തുമ്പോഴും ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അവസാനമായി ഈ യുദ്ധ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം നമ്മുടെ വ്യാപാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും സുപ്രധാന പാതയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏത് ചെറിയ അസ്വസ്ഥതയും നമ്മുടെ സാമ്പത്തികവും സുരക്ഷാപരവുമായ താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുമുണ്ട്. സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴും യുദ്ധക്കെടുതികളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഇന്ത്യ ശ്രദ്ധിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. ഇന്ന് നാം ചർച്ച ചെയ്ത ഈ സംഭവം അന്താരാഷ്ട്ര നയതന്ത്രം എത്രത്തോളം സൂക്ഷ്മമായ ഒന്നാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.
സമുദ്ര നിയമങ്ങൾ മുതൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വരെ നീളുന്ന ഒട്ടേറെ വശങ്ങളും ഇതിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ലോകരാജ്യങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്.